ഹായ്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഉള്ളിവട ഉണ്ടാക്കാൻ പോകുകയാണ്. അപ്പൊ നേരെ വീഡിയോ. അപ്പൊ ഗൈസ്, നമുക്ക് ഉള്ളിവട ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 2 സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, 1 ഗ്ലാസ്സിൽ വെള്ളം, കുറച്ച് പുളിയുപ്പ്, പിന്നെ സൺഫ്ലവർ ഓയിൽ, പിന്നെ മെയിൻ സാധനം മൈദ, പിന്നെ കുറച്ച് മുളക് പൊടി ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് എങ്ങനെയാണ് നമുക്കൊരു ഉള്ളിവട തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഉള്ളി അരിയാം. ഇതുപോലത്തെ ഫുഡിന്റെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക. എന്നാൽ നമുക്ക് ഇതുപോലെ കുറെ ഫുഡിന്റെ വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ എന്റെ ഫ്രണ്ട് പൊന്നു എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല സ്ലൈസ് ആയിട്ടാണ് നമ്മൾ ഉള്ളി അരിയേണ്ടത്. ഇനി നമുക്ക് നമ്മൾ ആവശ്യമായുള്ള മുളക് പൊടി ഇടാം കുറച്ച്. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പിടാം. പിന്നെ നമുക്ക് ആവശ്യമായത് കുറച്ച് പച്ചമുളകാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില ആവശ്യമായതുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നേരെ എല്ലാതും കൂടി നമുക്ക് നേരെ മിക്സ് ചെയ്യാം. കുറച്ചേരം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെയിൻ സാധനമായ മൈദ ഇടാം. മൈദ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ആക്കുക. ചപ്പാത്തി മാവ് പോലെ ആയതിന് ആവണം. വെള്ളം കൂടി പോയി കുറച്ചുകൂടി മൈദ ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇത് പരുവായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പൊ ഗൈസ്, 10 മിനിറ്റ് ആയിട്ട് നമുക്ക് ഇത് തുറക്കാം. ഇങ്ങനെയാണ് ആയിരിക്കുന്നത്. ഇതുപോലെ ആവണം ഗൈസ് ചെയ്യുമ്പോൾ. ഗൈസ്, അപ്പൊ നമുക്ക് ഇനി പാൻ എടുത്ത് ഗ്യാസിലേക്ക് വെക്കാം. നമുക്ക് ഇത് കത്തിച്ചു കൊടുക്കാം. കത്തിച്ചതിന് ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. നേരത്തെ കാണിച്ചിരുന്ന ഓയിൽ ഒഴിച്ചെടുക്കാം. നമുക്ക് പാൻ ചൂടായതിനു ശേഷം നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിന് കുട്ടികൾ ചെയ്യാൻ പാടുന്നതല്ല, മുതിർന്നവരുടെ സഹായത്താൽ മാത്രമാണ് ചെയ്യാൻ പാടുകയുള്ളൂ. പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഉള്ളിവട അരിച്ചിട്ടെടുക്കാം. കുറച്ച് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ പാനിക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചോറിനിട്ട് കൊടുക്കേണ്ടത് നമുക്ക് ആ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അറുത്തിടാം. നമ്മൾ അറുത്തിട്ടുണ്ട്. നമ്മുടെ കൈ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിന് മുട്ടിക്കാത്ത ചെയ്യുന്നത്. നമുക്ക് ഒരു ഭാഗം സെറ്റായിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് മറിച്ചിടാം. മറിച്ചിട്ട് അടുത്ത മറിച്ചിടാം.
ഞാൻ നേരത്തെ ഒരു 3 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ ഷേപ്പ് കുഴപ്പമില്ലാതെ നേരെ ഇട്ട് ഷേപ്പ് ഉണ്ടാക്കുന്ന ഷേപ്പ് നേരെ ഇല്ല. നമുക്ക് നമുക്കത് ഊറ്റി ഇടാം. ആയിട്ടുള്ളത് അത് ഊറ്റി നമുക്ക് പാത്രത്തില് എല്ലാവരും ആയിട്ടുള്ള നമുക്കിനി നമ്മുടെ മാവൊക്കെ തീർന്നു. നമുക്കിനി ടേസ്റ്റ് ചെയ്യാൻ പോവാം. എങ്ങനെ ഉണ്ടാവും അറിയില്ല. നോക്കിയേക്കാം. നമ്മൾ ടേബിളിൽ എത്തിയിട്ടുണ്ട്. എല്ലാം ടേസ്റ്റ് ചെയ്യണം. ടേസ്റ്റ് എടുത്താൽ അതിലാണ് പൊന്നൊക്കെ ഇഷ്ടമെന്ന് പറഞ്ഞത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.